ഞാനാണ് ആദ്യമായിട്ട് അവനോട് സെക്സ് ചെയ്യാൻ പഠിപ്പിച്ചത്. ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ചെയ്ത്, അല്ലാതെ നമുക്ക് നിൽക്കണ്ടേ. അപ്പം പിന്നെ 2-3 ദിവസത്തേക്ക് അവന് ജോലിക്കൊന്നും പോകാതെ ഇരിക്കേണ്ട വന്നിട്ടുണ്ടെന്ന്. അന്നും എനിക്ക് മാറില്ലെങ്കിലും അത്യാവശ്യം മാറുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കണതല്ലേ, എനിക്ക് ഒറിജിനൽ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ വയറ് കാണാനും എൻ്റെ കയ്യും കാലും കാണാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സ് ഇട്ട് സിൽക്ക് വന്നാൽ അത് തൊട്ട് ഞാൻ സിൽക്കിൻ്റെ അനീരിച്ചാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബലൂണിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് അത് കെട്ടിയിട്ട് ബ്രേസർ ലൂസാക്കിയിട്ടിട്ട് ബ്രേസറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ ഈ ബലൂൺ കിടന്നുകൊണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ സ്ലോ മോഷൻ കാണിക്കും. അപ്പം ജനങ്ങളുടെ വിചാരം എൻ്റെ സ്വന്തമാണെന്ന്. ശാന്തേച്ചിക്ക് ഒറിജിനൽ കണ്ടോ അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ പറ്റിച്ചിട്ടുണ്ട്. ഈ ആദ്യമായിട്ട് ഇപ്പം വന്നിട്ട് എന്നെ തൊടണമില്ല പിടിക്കണമില്ല ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടേ. ഇവൻ എന്നോടൊരു ഇത് തോന്നണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് തോന്നുള്ളൂ. എനിക്ക് അങ്ങനെയൊക്കെ ചില വാശികളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കാര്യം നടത്തണമെന്ന് വെച്ചാൽ നടത്തിയിട്ടേ ഇരിക്കും. ജനങ്ങൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ നിനക്ക് എന്തിൻ്റെ അസുഖമാണ്, നീ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യണത്, നിൻ്റെ ആരാണവൻ, നിന്നെ ലാസ്റ്റ് നിന്നെ ഇതുപോലെ എടുത്ത് കളയുമെന്ന് പറഞ്ഞ് ഞാൻ തൂങ്ങിയതാണ്. ചാകാൻ പോയ ഞാനേ വന്ന് കട്ടിലിനേലും ഊരെ കുത്തിയിട്ട് വീണ്. എൻ്റെ മനസ്സിലെ വിഷമങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഇവരൊരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു ഒന്നും അല്ലാതെ കളഞ്ഞില്ലേ. അത് നമുക്ക് സഹിക്കാൻ പറ്റും? ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇങ്ങനെ താലി കെട്ടി കൊണ്ടുപോയി ഒരു വീട്ടിൽ മരുമോളായിട്ട് ഞാൻ ഈ 10 കൊല്ലം ജീവിച്ച പോലെ ഒരാൾ ജീവിച്ചെന്നൊന്ന് പറയട്ടെ, ഒരാൾ ജീവിച്ചെന്ന് പറയട്ടെ. എൻ്റെ മനസ്സിലാണ് വിഷമം. അല്ലാതെ എൻ്റെ അച്ഛൻ മരിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ കൊട്ടുന്ന അതൊക്കെ വെറുതെ കാവട്ടിയാണ് ആ കാണിക്കുന്നത്. ഡാൻസ് എങ്ങനെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങനെ ആൾക്കാരെ വശീകരിക്കാന്ന് വെച്ചാൽ വശീകരണമാണല്ലോ ശരിക്കും സ്ത്രീകളെ. നമ്മുടെ ശരീരഘടനയാണല്ലോ നമ്മൾ വശീകരിക്കുന്നത്. അന്ന് എനിക്ക് വയറും എല്ലാം അന്നും എനിക്ക് മാറില്ലെങ്കിലും അത്യാവശ്യം മാറുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കണതല്ലേ, എനിക്ക് ഒറിജിനൽ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ വയറ് കാണാനും എൻ്റെ കയ്യും കാലും കാണാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സ് ഇട്ട് സിൽക്ക് വന്നാൽ അത് തൊട്ട് ഞാൻ സിൽക്കിൻ്റെ അനീരിച്ചാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഓരോ ശരീരങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് അപ്പം ഇന്ന പാട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് കാണാമല്ലോ എന്നുള്ള ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഇപ്പം മാറി വെച്ചേക്കണ കാര്യം ഞാനത് പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മോശം. എന്നാലും ഞാൻ പറയും, ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഈ സിൽക്ക് അനുകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ 10 രൂപയുടെ ബലൂണില്ലേ, ഈ അന്ന് കടുകൊക്കെ ഇട്ട് ഇങ്ങനെ കിലുക്കണ ഒരു സൈസ് ബലൂൺ വന്നായിരുന്നു. ആ ബലൂണിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് അത് കെട്ടിയിട്ട് ബ്രേസർ ലൂസാക്കിയിട്ടിട്ട് ബ്രേസറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ ഈ ബലൂൺ കിടന്നുകൊണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ സ്ലോ മോഷൻ കാണിക്കും. അപ്പം ജനങ്ങളുടെ വിചാരം എൻ്റെ സ്വന്തമാണെന്നാണ് ജനങ്ങളുടെ നമ്മൾ അന്ന് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ശാന്തേച്ചിക്ക് ഒറിജിനൽ കണ്ടോ അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കുറേ പറ്റിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഒരേ സമയം ചിരിയും നിസ്സഹായാവസ്ഥയും വരുന്നുണ്ട്. കാരണം ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ ചെറുതിലെ കണ്ടിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളുടെ ഉണ്ട്, പക്ഷേ ഇതൊരു സന്തോഷം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ഞാൻ ചിരിക്കുന്ന ആളാണ്. എൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അച്ഛനില്ല, അമ്മയില്ല, 3 സഹോദരങ്ങളില്ല, അവരെല്ലാം മരണപ്പെട്ടു. ഇപ്പം എനിക്ക് ആകെപ്പാടെയുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചിയും ഞാനും കൂടി ജീവിക്കണ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. തൃശ്ശൂരാണ് പറഞ്ഞ് അങ്ങനെ അവനായിട്ട് അങ്ങനെ കമ്പനിയായെന്ന് വെച്ചാൽ 10 ദിവസത്തെ പരിചയം. 10 ദിവസത്തെ പരിചയം കൊണ്ട് ഞാൻ അവനായിട്ട് കമ്പനിയായിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോയല്ലോ. പോയി വേറൊരു രൂപത്തിൽ ചെന്നപ്പോൾ അവിടെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇരിക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞ കക്ഷി ഈ കെട്ടിടം പണിക്കാരുടെ കൂടെ മെക്കാട് പണിക്ക് പോവുക. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ലോൺ കിട്ടിയൊരു വീടാണ്. തേച്ചിട്ടും ഇല്ല, കരണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വെക്കാൻ പാത്രം പോലും ഇല്ല, വെച്ച് കഴിക്കാൻ പാത്രം പോലും ഇല്ല. ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇവർ വീട്ടുകാരുമായിട്ട് പിണങ്ങി നിൽക്കുക. ഇവൻ അവിടെ നിന്ന് ഭക്ഷണവും കഴിക്കണില്ല, ചെക്കൻ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കണം, അവൻ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവൻ്റെ അനിയനോട് പറഞ്ഞു, അന്ന് അവൻ്റെ അനിയന് 4ാം ക്ലാസ്സിൽ പഠിക്കുക, അനിയനും പെങ്ങടെ മോനും 4ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം എന്നോട് പറഞ്ഞു, അനിയനോട് പറഞ്ഞിട്ട് പോയിട്ടാ ശാന്തേച്ചിക്ക് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചു. ശാന്തി തന്നെയാണോ? ശാന്തി തന്നെ. ഒറിജിനൽ പേരെന്താ? ഒറിജിനൽ പേര് ഞാൻ പബ്ലിസിറ്റി ചെയ്യില്ല, പിന്നെ ആൾക്കാരെല്ലാതെ വിളിക്കും. അത് കാരണം ഞാൻ ശാന്തിവാസ് ദേവാനി അതാണ് എനിക്ക് അറിയപ്പെടുന്നത്. പഴയ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നവർ അറിഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അനിയൻ ഭക്ഷണം മേടിച്ചുകൊണ്ട് കിടന്നു. എന്നാലും നമ്മൾ ഇത് മനസ്സിലുണ്ടെങ്കിലും നമ്മൾ സെക്സിനോടല്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാനൊരിടം വേണ്ടേന്ന് ഓർത്തിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നതുപോലെ ജോലി കഴിഞ്ഞ് വന്നു.
രാത്രിയായി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു പെണ്ണല്ലേ, ഇവന് എന്തെങ്കിലും എന്നോട് ഒരു പെണ്ണ് വേഷത്തിലൊക്കെ ആയിരുന്നു. അല്ല, അന്ന് ഷർട്ടും മുണ്ടുവാണെങ്കിൽ നമ്മള് പെണ്ണിന്റെ ഇതിലെല്ലാം നടക്കണം. അല്ല, എല്ലാരും കുടുംബത്തിൽ കൊണ്ടുചെല്ലുമ്പോ ഇത് കൂട്ടുകാരനാണെന്നും പറഞ്ഞാണോ ആണ് ആദ്യമേ കൊണ്ടുപോയത്. അത് ഇങ്ങനെ നിന്നിട്ട് ഇവര് എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും, പിടിച്ചു നിൽക്കണ്ടേ എന്ന് വിചാരിച്ച ഞാൻ ആദ്യമായിട്ട് ഇവൻ വന്നിട്ട് എന്നെ തൊടണമില്ല, പിടിക്കണമില്ല, ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടേ? ഇവൻ എന്നോടൊരു ഇത് തോന്നണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് തോന്നുള്ളൂ. അല്ലാതെ ഇവനൊപ്പം ഒരാൾ വന്ന് നിൽക്കണു, അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് നിൽക്കണം, നിന്ന് പോണു, അത് അങ്ങനെയല്ലല്ലോ. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ലല്ലോ. നമ്മുടെ മനസ്സതല്ലല്ലോ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മളുടെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന ഒരാളെയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം ഇവൻ അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്തിനാണ് ഈ രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങളിങ്ങനെ ഈ ഷട്ടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല രാത്രിയിലൊക്കെ. നിങ്ങൾ പകൽ ജോലി ചെയ്ത് വേർത്ത് വന്ന് നിൽക്കുന്ന ആളല്ലേ, അപ്പോൾ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ആദ്യമായിട്ട് അവനോട് സെക്സ് ചെയ്യാൻ പഠിപ്പിച്ചത്. ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ചെയ്ത്, അല്ലാതെ നമുക്ക് നിൽക്കണ്ടേ, അങ്ങോട്ട് കയറിയിട്ട് ചെയ്താണ് സെക്സ് ചെയ്തത് ആദ്യമായിട്ട് അവനായിട്ട്. അപ്പം പിന്നെ 2-3 ദിവസത്തേക്ക് അവന് ജോലിക്കൊന്നും പോകാതെ ഇരിക്കേണ്ട വന്നിട്ടുണ്ടെന്ന്. വിഷമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ചിരിച്ചോണ്ട് വർത്താൻ എത്ര ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ ആ വിഷമം ആരെയും അറിയിക്കാറില്ല. എൻ്റെ മനസ്സിലാണ് വിഷമം. അല്ലാതെ എല്ലാവരും കാണുമ്പോൾ വന്നു നിന്ന് ഭയങ്കര കരച്ചിലോ അയ്യോ കൂട്ടിലോ അതൊന്നും എനിക്കില്ല. എൻ്റെ മനസ്സ് വിഷമിക്കും, പക്ഷേ ഞാൻ പുറത്തേക്ക് അത് എപ്പോഴും ചിരിച്ച് എന്നെ ഫേസ് ചെയ്യാറുള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ കൊട്ടുന്ന അതൊക്കെ വെറുതെ കാവട്ടിയാണ് ആ കാണിക്കുന്നത്. നമ്മുടെ വിഷമം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ മനസ്സിലാണത്, മനസ്സാണ് നമ്മുടേത്. അല്ലാതെ ഞാനവിടെ പോയി കുറേ ഉറക്ക കരഞ്ഞ് നാട്ടുകാരെ കാണിക്കാനല്ല. അത് നമ്മുടെ വിഷമം നമ്മുടെ മനസ്സിൽ ഒതുക്കുക. എനിക്കതാണ്, ഞാൻ പറയില്ല, എൻ്റെ എന്ത് സംഭവം ഉണ്ടായാലും ഞാൻ ചിരിക്കുള്ളൂ, ഞാൻ കരയില്ല. കരയെന്ന് വെച്ചാൽ അത്ര വലിയ ഇതാണെങ്കിലും മാത്രമേ ഞാൻ കരയാറുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്, എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ കരയാം. അത് ഞാൻ ആരെയും കാണിക്കാറുമില്ല. അങ്ങനെ ഞാൻ അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നുമില്ലാത്തൊരു വീടായിരുന്നു. അപ്പോൾ ഇവൻ്റെ അച്ഛനായിട്ട് പിണങ്ങി ഫ്രണ്ടിൽ വേറൊരു വീട് വെച്ച് താമസിക്കുക. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച ഞാനിങ്ങനെ അവനോട് പറഞ്ഞു, അവന് ജോലിയില്ലായിരുന്നു. അന്നാണ് അവന് 60 രൂപയാണ് കൂലി കിട്ടുന്നത്. ജോലിയില്ലായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, താഴത്തെ വീട്ടിൽ പോയി കുറച്ച് ചാണാനും എടുത്തുകൊണ്ട് വരുമോയെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന്, ഒന്നുമില്ല, നമ്മൾ ഓല മടഞ്ഞിട്ട് വാതിൽ വെച്ചേക്കണ ഓല കൊണ്ട് വാതിലുണ്ടാക്കി വെച്ചേക്കുക, അല്ലാതെ ഒന്നും കട്ടിലോ അതൊന്നുമില്ല. അപ്പം എന്നോട് ചോദിച്ചാൽ എന്തിനാന്ന് ചോദിച്ചു. നീ എടുത്തുകൊണ്ട് വരും ഞാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവൻ്റെ അമ്മയും ഇവൻ്റെ പെങ്ങളും ഇവൻ്റെ ഏടത്തിയമ്മ അന്ന് പ്രസവിച്ച് കൊടുക്കുക. ഏട്ടൻ അവിടെയുള്ളൂ. അപ്പം ഇവര് അമ്മയും പെങ്ങളൊക്കെ രാവിലെ എണീറ്റ് പോകും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മണിയാകുമ്പോഴേ തിരിച്ച് വരിക. അപ്പം ഞാൻ ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറയാമെന്ന്. അങ്ങനെ അവൻ ചാണാനും എടുത്തുകൊണ്ട് പോകുന്ന ആ വീടെല്ലാം ഞാൻ അന്നിരുന്ന് ചാണാൻ തേച്ച് എല്ലാം വൃത്തിയാക്കി ഉള്ള പാത്രമെല്ലാം തേച്ച് കഴുകി. എന്നിട്ട് ഞാനോട് പറഞ്ഞ് കുറച്ച് അരിയും മീനും വാങ്ങിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞ്. അങ്ങനെ അവൻ പോയി അരിയും മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അന്ന് ചോറെല്ലാം വെച്ച് ഇതെല്ലാം അടിച്ചു വാരി, അന്ന് വിളക്കാണ്, മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോയിട്ട് ഇവർ 5 മണിയായപ്പോഴാണ് അവരുടെ അമ്മ വന്നത്. ഇവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കുറേ കട്ടൻ ചായ തിളപ്പിക്കും. അതും കുടിച്ച് വെച്ചിട്ട് അവലും കുഴി നിന്നിട്ടാണ് പിന്നെ ഒരു കഞ്ഞിയുടെ പണി നോക്കുന്നത്. അത് കഴിയുമ്പോഴത്തേ ഈ പിള്ളേരൊക്കെ ഉറങ്ങും. 10-12 മണിയാവും ഇതെല്ലാം വരുമ്പോൾ. അപ്പം ഞാനിതെല്ലാം വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചത് ആരും ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി നമ്മൾ ചെയ്തത് തെറ്റാണോ, നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്, അപ്പം നമ്മൾ ചെയ്തത് തെറ്റാണോ, ഞാൻ എന്താ അമ്മ പറയണേന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പം അമ്മ പറഞ്ഞ്, അപ്പം ഇവർ ആങ്ങളെയും പെങ്ങളും മിണ്ടില്ലായിരുന്നു. ഈ ചെക്കൻ്റെ പെങ്ങളും ഇവനും മിണ്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും പെങ്ങൾ, പക്ഷേ അവനുമായിട്ട് മിണ്ടില്ല, ബാക്കി എല്ലാവരുമായിട്ട് മിണ്ടും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്കത്. അപ്പം അവരുടെ അമ്മ പറഞ്ഞു, അന്ന് എൻ്റെ മോളേന്നാണ് വിളിച്ചത് കേട്ടോ. അങ്ങനെ എടാതൊന്നും എന്നെ വിളിച്ചിട്ടില്ല. മോളൊരു കാര്യം ചെയ്താൽ ചോറ് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. ആ കയ്യിൽ എൻ്റെ തന്നിട്ട് 10 വർഷം തള്ള കയ്യിൽ തൊട്ടിട്ടില്ല. ആ 10 വർഷം ഞാനാണ് അവിടെ പാചകം ചെയ്തതും അവർക്ക് ഭക്ഷണം കൊടുത്തതെല്ലാം. പിന്നെ ഞാനവിടെ നിന്നിട്ട് ഇവൻ ഇതുപോലെ ഈ 60 രൂപ കൊണ്ട് നമ്മൾ എന്തെങ്കിലും നടക്കുമോ? അപ്പോൾ ഇവന് കൊണ്ടുവന്ന പൈസയിൽ നിന്ന് കുറേശ്ശെ ഞാൻ അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ കുറി കൂടിയായിരുന്നു. അപ്പം 100 രൂപ വെച്ച് കുറി കൂടും.
പിന്നെ മറ്റേ ഞാനും അത്യാവശ്യം എന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ നടക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞാൽ വേണ്ട നീ ജോലിക്കൊന്നും പോകണം, നീ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയും. വീട്ടിൽ എടപ്പത് ജോലിയുണ്ട്. ചോറ് വെക്കണം, കറി വെക്കണം, അടിച്ചു വാരണം, ഈ അനിയന്മാരുടെ തുണി കഴുകണം, ചേട്ടൻ്റെ തുണി കഴുകണം, ചേച്ചിയുടെ ഇതുണ്ടാവും, അമ്മയുടെ ഉണ്ടാവും, ഇവൻ്റെ ഉണ്ടാവും, ഇതെല്ലാം ഞാനാ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ അവിടെ കൊണ്ട് ആരും അറിയാതെ കൊണ്ട് അന്നത്തെ കാലത്ത് കുറ്റിയങ്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ട് എന്നെ സാരി മേടിച്ച് എൻ്റെ കൂട്ടുകാരികൾ 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു, പരിപാടിയിലുള്ളവരാണ്. അവർ വന്ന് എന്നെ കൊണ്ട് അവിടെ കൊണ്ട് താലി കെട്ടി, എന്നെ അമ്പലത്തിൽ കൊണ്ട് താലി കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാനും അവനും ഭാര്യയും ഭർത്താവുമായിട്ടാണ് ഞങ്ങൾ പിന്നെ ജീവിച്ചത്. ആ താലിയാണോ ഇത്? ആ താലി ഇപ്പോഴും ഉണ്ട്. ഇത് ആ താലി ഓർമ്മയ്ക്ക് ഇട്ടേക്കണതാണ്. അമ്പലത്തിൽ ചെന്ന് താലി കെട്ടിയപ്പോഴേ സാരി ഉടുത്തു അങ്ങനെയൊക്കെ തന്നെയാണെന്നോ? സാരി ഉടുത്തു പോയി. അവൻ തന്നെ അമ്മയ്ക്കൊക്കെ അമ്മയൊന്നും അറിയാതെ ഇതെല്ലാം ചെയ്തത്. അവരുടെ വീട്ടുകാരും ആരും അറിഞ്ഞില്ല. പക്ഷേ ഞാൻ ഈ പരിപാടിയിൽ നിന്ന കാരണം എല്ലാവരും എന്നെ ശാന്തിച്ചെന്നാണ് വിളിക്കുന്നത്. അല്ലാതെ എന്നെ എടാന്ന് ആരും, ഞാൻ ഷർട്ടും മുണ്ട ഉടുത്ത് നിൽക്കണമെങ്കിൽ ആരെങ്കിലും എടാ പോടാന്നൊന്നും എന്നെ വിളിച്ചിട്ടില്ല. എല്ലാവരും ശാന്തിച്ചെന്നാണ് വിളിക്കണേ. അമ്മ വിളിക്കണ ശാന്തിയെന്ന് വിളിക്കും, പെങ്ങന്മാർ വിളിക്കണതും ചേട്ടൻ വിളിക്കണതൊക്കെ അവരൊക്കെ എല്ലാം നാട്ടുകാർ മുഴുവൻ. ഞാൻ ഈ പരിപാടിയിൽ അവിടെ ശാന്തി ആയിരുന്നല്ലോ, അത് കാരണം എല്ലാവരും എന്നെ ശാന്തിയെന്നാണ് വിളിക്കുക, വേറൊരു പേരും എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഞാനവിടെ നിന്ന് ഇതൊക്കെ കൂടി അന്നപ്പം അവർ, നമ്മൾ ജാതി പറയാൻ പാടില്ല, അവർ ഇത് ഹരിജനായതുകൊണ്ട് എന്ത് വേണമെങ്കിലും ലോൺ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അവർക്ക് 50 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ഇങ്ങനെ ആയാൽ മതി, പോരല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പശുവിന് ലോൺ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെയും കൊണ്ട് പോയി പശുവിന് ലോൺ എഴുതി. അപ്പോൾ ആദ്യം തൊഴുത്തിന് കാശ് കിട്ടി, ഞങ്ങൾ തൊഴുത്ത് പണിത്. അപ്പോൾ ഇവർ ചേട്ടനും അനിയനും കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പണിക്കാരാണ്. ഇവനാണെങ്കിൽ ആന്ന് എഴുതിയ ഈന്ന് വായിക്കാൻ അറിയത്തില്ല. എനിക്കും എഴുതും വായനയൊന്നും അല്ല, പക്ഷേ ഞാൻ അവന് കൊണ്ടുവന്ന പ്ലാൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം. ഇന്ന പോലെയാണ്, ഇത്ര സ്ക്വയർ ഫീറ്റാണ്, അത് ഇവിടെ അടുക്കള, ഇത് ബാത്റൂം, ഇതിങ്ങനെയൊക്കെ വലിയ വരച്ചേക്കണോണ്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാവുന്നതുകൊണ്ട് അതൊക്കെ അവന് പറഞ്ഞു. ഇന്നിപ്പോൾ അവനവിടെ ഏസ്കാസ് ഒരു പണിക്കാരനാണ്, ഒരു ഫ്ലാറ്റാണെങ്കിൽ ഒരു വീടാണെങ്കിലും ഇന്ന് പ്ലാൻ കൊണ്ടു കൊടുത്താൽ അവന് ഈസി ആയിട്ട് പണിത്. അവനും പഠിപ്പില്ലാത്തവനായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് നമുക്ക് ആ ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യം ഒരു പശുവിനെ ലോൺ എടുത്തു. അത് കഴിഞ്ഞ് വേറൊരു പശുവിനെ എടുത്തു. പിന്നെ ആടിനെ മേടിച്ചു, കോഴീനെ മേടിച്ച്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ മേടിച്ച് ആദ്യം വീട് തേച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിയെന്ന് വെച്ചാൽ ഒരു 10-50 കിലോമീറ്റർ വേണം വിറകെടുക്കാൻ. അത് മലയുടെ മണ്ടയിലാണ് വിറകെടുക്കാൻ പോണത്. അപ്പം ഞങ്ങൾക്ക് അന്നൊന്നും ഗ്യാസ് ഇല്ലല്ലോ, അടുപ്പല്ലേ. അപ്പം ഞാനും ഇവിടുന്ന് പോയി, ഞാനും അമ്മയും കൂടി പോകും ഈ മലയിൽ പോയിട്ട്. ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് കയറി 5 മണിക്കാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പം അമ്മ വിറക് കെട്ടിത്തരും. അത് വെട്ടിത്തരുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണ് കെട്ടിത്തരുന്നത്. അത് കാരണം നമുക്ക് എന്തോരം എടുത്താലും വെയിറ്റ് അറിയില്ല. അങ്ങനെ കെട്ടിത്തരും. ഞാനും അമ്മയും കൂടി പോയി വിറക് കൊണ്ടുവന്നിട്ടാണ് അവിടെ ഞങ്ങൾ തീ കത്തിച്ചത്. അതൊക്കെ ഞാനവിടെ സഹിച്ച് അവിടെ നിന്ന് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടിൻ്റെ പണി നോക്കി. ആദ്യമായിട്ട് വീടിൻ്റെ പണി നോക്കി. വീടിൻ്റെ പണിക്ക് അപ്പം 4-5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു ചെറിയ ഷെഡ് വെച്ച് താമസിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി വേറെ താമസിക്കുന്നുണ്ടെന്ന്. അപ്പം പറഞ്ഞു, ചേട്ടൻ ആണ്ടിൽ പ്രസവമാണ് എഴുത്തിയമ്മയ്ക്ക്. ഒരു പ്രസവം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രസവത്തിന് കൊണ്ടുപോകണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പിള്ളേരെ നോക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇപ്പം എങ്ങനെയായാലും എനിക്കൊരു വീട് വെച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നൊന്നും സിമെൻറ്റിനോ കമ്പിക്കോ മറ്റുള്ളതിനൊന്നും വിലയില്ലാത്ത സമയമാണ്. അപ്പം ഞാൻ എൻ്റെ ആളോട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടനൊരാഗ്രഹം പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പം നീ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്കത് ചെയ്തു കൊടുക്കണം, അതല്ലേ മര്യാദ. ചേട്ടനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ചേട്ടനിരുന്ന് പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യൊരു ഇത് ആശാരിനെ വിളിച്ചുകൊണ്ട് വന്ന് നമുക്ക് സ്ഥാനം അടിക്കാമെന്ന് പറഞ്ഞു. അതിന് കാശ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാശിൻ്റെ കാര്യമൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഇവരെല്ലാവരും കാര്യം ഞാൻ വീട്ടിൽ അപ്പോൾ ഒരു മരുമോളായി അവിടുത്തെ എല്ലാവരും പണി ചെയ്ത് കഴിഞ്ഞാൽ കാശ് എൻ്റെ കയ്യിൽ കൊണ്ട് തരിക. ഞാനാണ് പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അവരുടെ എന്തെങ്കിലും വീട്ടുകാരുടെ ബന്ധുക്കാരുടെ കല്യാണം വന്നാലോ എന്തെങ്കിലും മരണം വന്നാലോ ഞാൻ ചോദിക്കും, ആരാണ് നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കണമല്ലോ. അതപ്പോൾ എല്ലാവരും പണിയെടുത്തിട്ട് എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് തരും. ഞാനാണ് അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അമ്മേനെ പിന്നെ ഞാൻ പണിക്ക് വിട്ടില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഇനി പണിക്ക് പോകണ്ട, ഇത്രയും പ്രായമൊക്കെയല്ലേ പണിക്ക് പോകണ്ട, അമ്മ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ വീട്ടിൽ അമ്മയും ഞാനും കൂടിയാണ് വീട്ടു ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട് പണി അങ്ങനെ സ്ഥാനം കിട്ടപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചാൽ എവിടുന്ന കാശെന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളറിയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുപോലെ
ഒരു വീട്ടിൽ പണിക്ക് പോയപ്പോൾ ഒരു ആടിനെ കിട്ടിയായിരുന്നു. ഒരു കുഞ്ഞാട്ടുംകുട്ടിനെ കിട്ടി. ആ ആട്ടുംകുട്ടീനെ വളർത്തി അതിനെ വിറ്റ കാശ് കൊണ്ടാണ് പെരത്തറയിട്ടത്. പെരത്തറയിട്ടു. ആ ചേട്ടനൊരു വീട് വെച്ച് ചേച്ചിയുടെ വീട് നല്ലപോലെ പണിതു. ഈ ഞങ്ങൾ താമസിച്ച വീട് പണിതു. അന്ന് ബാത്റൂമൊന്നുമില്ല, എല്ലാം കണ്ട് കാട്ടിൽ പോയിരിക്കണ ഇതാണ് അന്നത്തെ. ഞങ്ങളുടെ വീട്ടിലാണ്, ആ കോളനിയിൽ ആദ്യമായിട്ട് കറണ്ട് വന്നതും ആദ്യമായിട്ട് ബാത്റൂം പണിതത് ഞാനാണ് അവിടെ പണിതത്. ഞാനെന്നിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അന്ന് കറണ്ട് വന്നിട്ട് ഒരു ദിവസം മുഴുക്ക ലൈറ്റ് പുറത്ത് കത്തിച്ചിട്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെയൊക്കെ ചില വാശികളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കാര്യം നടത്തണമെന്ന് വെച്ചാൽ നടത്തിയിട്ടേ ഇരിക്കുള്ളൂ. അങ്ങനെ വാശിയുണ്ട് എനിക്ക്. അന്ന് അവിടെയുള്ള ജനങ്ങൾ, അടുത്തുള്ള വീട്ടുകാരൊക്കെ നിനക്ക് എന്തിൻ്റെ അസുഖമാണ്, നീ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യണത്, നിൻ്റെ ആരാണവൻ, നിന്നെ ലാസ്റ്റ് നിന്നെ ഇതുപോലെ എടുത്ത് കളയുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതല്ല, നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെയായിട്ട് ജീവിക്കാം, അതാണ്. പിന്നെ അവിടെയുള്ള പെണ്ണുങ്ങൾക്ക്, കൊച്ചു കൊച്ചു ഉള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയായിരുന്നു ഇവനോട് മിണ്ടാൻ. സമ്മതിക്കില്ല ഞാൻ മിണ്ടാൻ. അപ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ പറയും, വേണ്ട ശാന്തേച്ചി ഉണ്ട്, ഞങ്ങൾ ചീത്ത പറയും, അതുകൊണ്ട് വാസുവേട്ടൻ പൊക്കോളൂ, ഞങ്ങളോടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ കക്ഷിയോട് കല്യാണം കഴിക്കണം എന്നൊക്കെ കല്യാണം കഴിക്കണം അന്നൊന്നും പറഞ്ഞില്ല. അതിലാണ് ഞാൻ വരുന്നത്. ഇതിങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് ഊത്രാളിക്കാവിലെ പൂരമാണ്. ഊത്രാളിക്കാവിലെ പൂരം. അപ്പം ഞങ്ങൾ ഒരേ ഡ്രസ്സ് ഇട്ടാൽ പോകുള്ളൂ. മുണ്ട് ഷർട്ടാണെങ്കിലും ഞങ്ങൾ ഒരേ കളറിൻ്റെ, ഷഡ്ഡി പോലും ഒരേ കളർ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. ചെരുപ്പായാലും ഡ്രസ്സായാലും ടവലായാലും എന്തായാലും ഒരേ കളറായിരിക്കണം, അല്ലാതെ ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. അന്നൊക്കെ 50 രൂപ കൊടുത്ത ഷർട്ട് കിട്ടുമായിരുന്നു. ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ. അങ്ങനെ ഊത്രാളിക്കാലിലെ പൂരത്തിൻ്റെ അന്ന് അന്ന് എനിക്ക് തോന്നെ മുടിയുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, അന്ന് ഞങ്ങളുടെ റൂമിൻ്റെ ഡോറ് വെച്ച ദിവസമായിരുന്നു. ഡോറ് വെച്ച ദിവസം. അപ്പോൾ ആശാരി വന്ന് ഡോറ് വെച്ച് പോയി. അപ്പോൾ ഒരു 10 മണി 11 മണി ആയപ്പോഴത്തേക്കും പറഞ്ഞ് നമുക്ക് പൂരത്തിന് പോകുന്ന സമയമായി, നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ കുളിച്ചോ, നിനക്ക് മുടിയുള്ളതല്ലേ, നീ മുടി ഉണങ്ങാൻ താമസം ഉണ്ടാവും, അത് കാരണം നീ ഇവിടെ കുളിച്ചോ, ഞാൻ പോയി തോട്ടിൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി 11 മണിക്ക് പോയ ആൾ 11 കഴിഞ്ഞു, 12 കഴിഞ്ഞു, 1 കഴിഞ്ഞു, 2 മണിയായിട്ടും തിരിച്ചു വന്നില്ല. ഇതെന്താണെന്നറിയാനായിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും അന്ന് അമ്പലത്തിൽ പോകാൻ മേലാത്ത കുറേ കൊച്ചു പെൺപിള്ളേരുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറാൻ മേലാത്തതുകൊണ്ട് വീട്ടുകാരൊക്കെ പോയേക്കണം, അവിടെ ആരുമില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു വീട്ടിൽ സഭ കൂടിയിട്ട് ഇവനും അവിടെ പോയി ഇരുന്നിട്ട് ഒരു പെണ്ണിൻ്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ, കൊടുങ്ങല്ലൂരമ്മയുടെ സ്വഭാവമായിരിക്കും. തുള്ളി ഞാൻ അവനെ അവിടെ നിന്ന് വലിച്ച് ഞാൻ നീ ഇതിന് വേണ്ടിയിട്ടാണോ കുളിക്കാൻ വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കി അവിടെ കിടന്നത്. ബഹളം ഉണ്ടാക്കിയിട്ട് ഇവനൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? വീട്ടിൽ ചെന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പൂരത്തിന് പോകാനായിട്ട് വെച്ചിരുന്ന മുണ്ടുണ്ടായിരുന്നു. ആ മുണ്ട് എടുത്തിട്ട് ശരിക്കും മുകളിൽ കയറിയിട്ട് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ തൂങ്ങിയതാണ് അവൻ്റെ വീട്ടിൽ. അത്രയ്ക്ക് വിഷമമുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയണമെങ്കിൽ എൻ്റെ മനസ്സിലെ വിഷമങ്ങളാണ് ഞാൻ പറയണത്. അതിനകത്ത് അത്ര നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഇവരൊരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു ഒന്നും അല്ലാതെ കളഞ്ഞില്ലേ, അത് നമുക്ക് സഹിക്കാൻ പറ്റും? ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ തൂങ്ങിയതാണ്. ആത്മഹത്യ ചെയ്യാനായിട്ട് തൂങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇവന് ബാഗ് ഓടി പിടച്ച് വന്നു. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ ശാന്തിയേച്ചി ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് പോയേക്കണേ, ഓടി വാ, നമുക്ക് വീട്ടിൽ ചെല്ലാം, എന്താ ചെയ്യണേന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം അന്ന് ജനലില്ല, വാതിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ജനലേക്ക് നോക്കുമ്പോൾ ഞാൻ ജനലിൽ കൂടെ കയറിയിട്ടാണ് തൂങ്ങാൻ ഈ തുണി കിട്ടിയത്. അപ്പോൾ നോക്കിയപ്പോൾ തൂങ്ങിക്കിടക്കും വേഗം തന്നെ വന്ന് എടാ അവൻ്റെ കൂട്ടുകാരനും കൂടി വേഗം വാതിൽ തല്ലിപ്പൊളി, അന്ന് വെച്ച ഡോറാണ്, വാതിൽ തല്ലി പൊളിച്ച് അവിടെ ഭാഗത്തെയാണോ അരിവാളാണോ ഒന്നും അറിയില്ല, എന്തോ എടുത്തു കൊണ്ടുവന്ന് വേഗം ചെത്തി കണ്ടിച്ചതിൽ വീണതിൽ എനിക്ക് മനസ്സിൽ വന്ന് വീണത് ഊര കുത്തിയിട്ട് ഞാൻ കട്ടിലിൻ്റെ പുറത്താണ് വന്ന് വീണത്. ആ നടുവേദന പിന്നെ ചാകാൻ പോയ ഞാനേ വന്ന് കട്ടിലിനേലും ഊര കുത്തിയിട്ട് വീണ്. എനിക്ക് എന്തായാലും തൂങ്ങിയ വിഷമമൊന്നും അല്ലെന്ന്, ഊര കുത്തി വീണപ്പോഴത്തേക്ക് ഊരയുടെ വിഷമമാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ വേദന എപ്പം തന്നെത്തേക്ക് പുള്ളി വന്ന് സാരമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം ഞങ്ങൾ വേറെ ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ഊത്രാളിക്കാവിൽ പൂരം കാണാൻ പോയി. പൂരം കാണാൻ പോയ സമയത്ത് ഇങ്ങനെ പോണ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും പറഞ്ഞു, ഞാനിപ്പോൾ ജയിലിൽ കിടക്കണം, നീ കാരണം ഞാനിപ്പോൾ ജയിലിൽ കിടക്കണ്ട. ഞാനങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ട്രെയിന് വന്നു. അപ്പോൾ ട്രെയിൻ പാളയത്തേക്കാണ് നടക്കുന്നത്, ഈ ട്രെയിനിന് മുമ്പിൽ ഞാൻ ചാടും കേട്ടോ എന്ന് പറഞ്ഞു.
അതിൽ പിന്നെ അത് അങ്ങനെ ഒരു സംഭാവന ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ വന്ന് ജീവിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു 5-6 ഞാൻ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പം ഇവൻ വാഴാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിക്ക് പോയപ്പോൾ ഒരു പെണ്ണുമായിട്ട് സ്നേഹമായി. അപ്പം എന്ത് കാര്യമുണ്ട് ഇവൻ്റെ ചേട്ടൻ എന്നോട് പറയും, ചേട്ടൻ എന്നോട് ശാന്തി സൂക്ഷിച്ചോളൂ, ഇവനെ അവിടെ ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. അത് മറ്റേതെന്ന് പറഞ്ഞിട്ട് 5 മണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തണ ആളാണ്. പിന്നെ അത് 5 മണിയായി, 6 മണിയായി, 7 മണിയായി. എന്നോട് അവൻ്റെ ചേട്ടൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ശാന്തി സൂക്ഷിച്ചോളൂ, പിന്നെ അങ്ങനെ അവിടെ ഒരു ഇതായിട്ടുണ്ട്, നീ അത് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഞാനത് അന്നേരം കാര്യമായി, ചേട്ടൻ തമാശ പറയണം, ചേട്ടൻ തമാശക്കാരനാണ്. അപ്പം തമാശ എന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇതുപോലെ രാവിലെ ജോലിക്ക് പോണ സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു 500 രൂപ എടുത്ത് എന്നോട് പറഞ്ഞു, നാളെ അരിയും സാധനങ്ങളൊക്കെ മേടിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം കാശ് വന്നിട്ടെല്ലാം മേടിക്കും, ഞാൻ തന്നെയല്ലേ മേടിക്കണത്, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ കടയിൽ, സിനിമാ തിയേറ്ററിൽ, ചായക്കടയിലെല്ലാം ഇവൻ്റെ പേര് പറഞ്ഞാൽ മതി, എനിക്ക് എന്ത് സാധനവും തരും. അത്രയ്ക്ക് അവിടെ എനിക്ക് അങ്ങോട്ട് നമ്മുടെ നാടിനേക്കാളും നമുക്ക് പരിചയം. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ ചെന്ന് നിൽക്കുവാണെങ്കിൽ പറയും, അവൻ വന്നോളൂ, നീ കയറിയിരുന്നോളാൻ പറയും സിനിമാ തിയേറ്ററിൻ്റെ ഉടമസ്ഥന്മാർ. റേഷൻ കടയിൽ ചെന്നാൽ നമ്മൾ റേഷൻ മേടിക്കാൻ നിൽക്കുവാണെങ്കിൽ അവർ പറയും, നീ എന്തിനാ നിൽക്കുന്ന, നീ അവൻ വരുന്നോളൂ, നീ അരി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുമെന്ന് പറയും. അങ്ങനെ നമ്മൾ പൈസ കൊടുക്കാതെയാണ് അവൻ കൊടുത്തോളൂ എന്ന് പറയും. ചായക്കടയിൽ ചെന്നാലും ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് പൊക്കോളൂ, അവൻ വരുമ്പോൾ പൈസ തന്നോളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിച്ചതാണ് ഞാൻ അവിടെ. ഈ ഇത് നമ്മുടെ ഞാൻ പറയുവാണെങ്കിൽ ഈ 14 ജില്ലയുണ്ട് നമുക്ക്. ഈ 14 ജില്ലയിലും ഞാൻ ജീവിച്ച പോലെ ഒരു ടൈം ജീവിച്ചിട്ടില്ല. ആരെങ്കിലും ഉണ്ടെന്ന് പറയട്ടെ. ഇങ്ങനെ താലി കെട്ടി കൊണ്ടുപോയി ഒരു വീട്ടിൽ മരുമോളായിട്ട് ഞാൻ ഈ 10 കൊല്ലം ജീവിച്ച പോലെ ഒരാൾ ജീവിച്ചെന്നൊന്ന് പറയട്ടെ, ഒരാൾ ജീവിച്ചെന്ന് പറയട്ടെ. ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അപ്പം ഈ എറണാകുളം, തൃശ്ശൂരുള്ള ജില്ലയിൽ ട്രാൻ എന്ന് പറഞ്ഞ എല്ലാവരും ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഒരു മിക്ക ആൾക്കാരും ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവിടെ വന്ന് താമസിക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ആട്ടവും പാട്ടും, ചിലപ്പോൾ സാരി എടുത്ത് കൊടുക്കും, ചിലപ്പോൾ ഇത് അതിനൊന്നും അവർക്കൊരു പ്രശ്നമില്ല. ആര് വന്നാലും അവർ ഭക്ഷണം കൊടുക്കാനോ താമസിക്കുന്നതിന് ഒരു ഇതില്ലാത്തൊരു വീടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ അന്നത്തെ കാലത്ത് എത്ര ട്രാൻ ഉണ്ടോ അതെല്ലാം എൻ്റെ വീട്ടിൽ വന്നിട്ട് കണ്ടത്. എന്നെ അന്ന് ഇങ്ങനെ ഒരു ജീവിതം ആരും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ജീവിതം ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ഭർത്താവെന്നും പറഞ്ഞ് ഓരോരുത്തരൊക്കെ ജീവിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതുപോലെ വീട്ടിൽ കയറി എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിച്ച ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും പറയും. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ്. ഇപ്പം അത് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. 10 ജനങ്ങളറിയണം എന്നെ. അവരുടെ വീട്ടുകാരെല്ലാവരും ആ രീതിയിൽ, അവൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ആ രീതിയിൽ എന്നെ അംഗീകരിച്ച് അവിടെ നിന്നത്. അതിൽ അവൻ്റെ അച്ഛന് മാത്രം എന്നോട് എതിർപ്പായിരുന്നു. അച്ഛന് അതിന് അന്ന് അച്ഛൻ 2 കല്യാണം കഴിഞ്ഞതാണ്. ഈ 2 ഭാര്യമാരും കൂടെ പോകാതെ അച്ഛൻ വേറൊരു കുടിൽ വെച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ താമസിക്കുക. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മേനെ തല്ലാനെ പിടിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഇയാൾ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ സമ്മതിക്കില്ല, ഞാൻ കയറി നിൽക്കും അതിൻ്റെ ഇടയിൽ. അതിനെന്നെ ചീത്ത പറയുമായിരുന്നേ ഉള്ളൂ. അപ്പം ഞാനെന്ത് ഞാൻ പറയാം, എനിക്കറിയില്ല കരയാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവന് പോയി വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഉള്ളി എടുത്ത് കഴിച്ചേക്കും കട്ടിലിൻ്റെ അടിയിൽ. എന്നിട്ട് ആ ഉള്ളി എടുത്ത് കണ്ണിൽ തേച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നിട്ട് അവനെന്നെ കയറി പിടിക്കണം എനിക്ക് ഓർമ്മ. പിന്നെ ഞാൻ എങ്ങനെ കരയണമെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങോട്ട് പൊട്ടിക്കരച്ചില്ല. എന്നാലും ചോദിക്കാം, എന്താ നിങ്ങളുടെ അച്ഛൻ എന്നെ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇവർ ചേട്ടനും അനിയനും കൂടി തന്തേനെ തല്ലാനോട്ട് ഓടും. തന്തേനെ തല്ലാനൊക്കെ ചെന്നിട്ടുണ്ട്. ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്തതൊക്കെ നമ്മൾ പറയണമല്ലോ, നമ്മൾ ചെയ്തതൊക്കെ പറയണ്ടേ. ഒരുത്തന് ഇതുപോലെ അവന് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. എന്ത് ചെയ്തവന് കാശ് കൊടുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, അവൻ കാശ് തരാനില്ലേ, നമുക്കൊരു വെപ്പ് വരെ കെട്ടാം, ചോറ് വയ്ക്കാനായിട്ട് ഒരു ഷെഡ് കെട്ടാം. അവനോട് ഓല മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ ഓല മേടയുണ്ടായിരുന്നു. ആ ഓല മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തി സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു. അവൾ പരിപാടി നിർത്തിയിട്ട് സ്റ്റേജിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പും മുളയൊക്കെ എടുത്തിട്ട് ഇയാൾ അപ്പോൾ അന്ന് കക്കൂസില്ലാത്ത സമയത്ത് ഇയാൾ വെളിക്കിരിക്കാൻ പോണ ഈ വഴിയുടെ ഇവിടെ ഞങ്ങളൊരു ചെറിയ ഷെഡ് കെട്ടി. അതിനകത്ത് ഞാനൊക്കെ ചാണാനൊക്കെ തേച്ച് ഞങ്ങൾ രാത്രിയിൽ അതിൽ കിടപ്പായി വെപ്പും കൂടിയൊക്കെ അതിനകത്തായി. വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു ദിവസം ഞങ്ങൾ അന്ന് TV ഒന്നുമില്ലല്ലോ. അവിടെ അടുത്തൊരു വീട്ടിൽ ഞങ്ങൾ TV കാണാൻ പോകണം. ഞായറാഴ്ച ദിവസം മാത്രം സിനിമയുള്ളന്ന്. ഞങ്ങൾ സിനിമ കാണാൻ പോയിരുന്ന സമയത്ത് അതിലെ റോട്ടികൾ പോയെന്ന് പറഞ്ഞു, ശാന്തിയേച്ചിയുടെ വീട്ടിൽ നിന്ന് ഭയങ്കര പുക വന്നിട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി വന്ന് ചോറൊക്കെ വെച്ച് വാർത്ത് കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് നെല്ല് കുത്തിച്ച് അരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ തന്ത പോയ സമയത്ത് ഈ പിട്ടികൾ ഒരിച്ചിട്ട് അത് കത്തിപ്പോയി, ആ ഷെഡ് കത്തിപ്പോയി.
ആ അങ്ങനെ അവരുടെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടെ തന്നെ വേറെ ഷെഡ് കിട്ടി. അവർ കത്തിച്ച് കളിച്ചത് പിറ്റേ ദിവസം ഷെഡ് കെട്ടിച്ചു അവനെ കൊണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നൊരു ചെക്കനായിരുന്നു. ഇനിയിപ്പോൾ എത്ര ആൾക്കാർ ഇരിക്കുകയാണ്, അവൻ്റെ കൂട്ടുകാരിരിക്കുക, ബന്ധക്കാരിരിക്കുക, സ്വന്തക്കാരിരിക്കുക, ഞാൻ വെറുതെ ചെന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അറിയാം എൻ്റെ സ്വഭാവം എന്താണെന്ന്. പിന്നെ എൻ്റെ വായിൽ നിന്ന് വന്ന കൊടുങ്ങുല് പറഞ്ഞായിരിക്കും. അത് കാരണം പുള്ളി അപ്പം അവിടെ നിന്ന് എണീറ്റ് പോരും. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച സമയത്താണ് ഇവന് ഈ വഴാനി പോയൊരു പെണ്ണായിട്ട് സ്നേഹമായി എന്ന് പറഞ്ഞിട്ട് ഇവന് ചേട്ടൻ പറഞ്ഞാൽ ഞാനത് കാര്യമാക്കിയില്ല. ഇവനിങ്ങനെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ അന്ന് അവർ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ച ദിവസമായിരുന്നു. എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാവരും കൂടി തലയിൽ ഇങ്ങനെ എല്ലാവരും കൂടി നിരന്നിരുന്ന് തലയിൽ പേര് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് സമയത്ത് ഒരു താഴത്ത്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴത്ത് റോഡാണ്, ഇച്ചിരി മുകളിലേക്ക് കയറിയിട്ട വീട്. അപ്പം അവിടെ വന്നിട്ട് ചോദിച്ചു, പറഞ്ഞു, ഇതാണോ വാസുവിൻ്റെ വീടെന്ന് ചോദിച്ചു. ജീപ്പുകാരൻ വന്ന് ചോദിച്ചു. ഞാൻ അതെ, എന്താണെന്ന് ചോദിച്ചു. അല്ല, വാസുവിൻ്റെ റേഷൻ ഇന്നാണ്, അപ്പം ജീപ്പ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട്, ഞാൻ ഇച്ചിരി താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ വരിക? എന്താ നമ്മുടെ മനസ്സിൽ വരിക? അപ്പോൾ ഈ ചേട്ടനിത് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. ഞാനത് അവനോട് കാണിക്കാറില്ല. അപ്പോൾ പിന്നെ അവന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പം കുറവായപ്പോൾ നമുക്കറിയാലോ, ഒരാളുടെ സ്നേഹം കാര്യങ്ങൾ കുറയുമ്പോൾ നമുക്കറിയാലോ. പക്ഷെ ഞാനതിലൊന്നും വകവയ്ക്കാൻ പോയില്ല. അങ്ങനെ ജീപ്പ് വന്ന് ഇന്ന് പോയി കഴിഞ്ഞപ്പം പിന്നെ എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്താ ചെയ്യണ്ടേ, ഏതാ ചെയ്യണ്ടേന്നുള്ളൊരു വെപ്രാളവും വിഷമവും സങ്കടമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടുന്ന് ഞാൻ വേഗം തന്നെ ഷർട്ടും മുണ്ടും എടുത്തിട്ടിട്ട് വേഗം തന്നെ ഇറങ്ങി ഞാൻ അവിടുന്ന്. അപ്പം അമ്മയൊക്കെ ചോദിക്കാൻ കൂടെ ഞാൻ എങ്ങുമില്ല, ഞാൻ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി അവിടുന്ന്. ഇറങ്ങി വന്ന് റോഡിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. ആ ഫ്രണ്ട് വന്ന് അവളോട് ഞാൻ എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവൾ പറഞ്ഞ് എന്താടീന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെടി, നമുക്കൊന്ന് ഇവിടെ വരെയും പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഈ കക്ഷിയും കൂടെ അവിടെ പോയി ഒരു ചായക്കടയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ജീപ്പ് കിടന്ന് ഇവരുടെ വീടിൻ്റെ ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. അപ്പോൾ വീടൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം പെണ്ണിൻ്റെ വീടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഈ ജീപ്പ് ഇങ്ങനെ വട്ടം കറങ്ങി, ഇവിടെ ഇറങ്ങി വന്നിട്ടില്ല. അപ്പം അവൻ്റെ കൂട്ടുകാർ കുറേ, എല്ലാത്തിലും ഉണ്ടല്ലോ കുശുമ്പുള്ളവൻ. അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ കൊണ്ട് ജീവിക്കണ ഒരുത്തുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എടാ ഇത് വേറെ കാര്യമൊന്നുമുള്ളത്, ശാന്തേച്ചിയും ബിന്ദു എന്ന് എൻ്റെ കൂട്ടുകാരിയുണ്ട്, ബിന്ദുവും ചായക്കടയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ് അവനെ ഞാനും കണ്ടു, അവൻ എന്നെയും കണ്ടു. ഞങ്ങളപ്പം തന്നെ അവിടുന്ന് ബസ് കയറി ഞാൻ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു 5-8 ആൾക്കാർ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി വന്നു ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് എന്നെ അവിടെ ഇട്ട് പണ്ടമാനം ഉപദ്രവിച്ചു അവനും അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടി. അടിച്ചവിടെ ഇട്ട് അടിച്ച്. അപ്പോൾ അത് ജംഗ്ഷനാണ്, റേഷൻ കട, ചായക്കട, ബസ് സ്റ്റോപ്പ്, തിരുമാറ്റിയിട്ട് ഞങ്ങൾ ഇരട്ട പ്രസവിച്ചതാണോ എന്ന് വരെ അവിടെയുള്ള ആൾക്കാർ, ഈ ആൾക്കാരൊക്കെ ചോദിച്ചുള്ളൂ. അവിടെ ഇട്ട് എന്നെ അടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് അവിടെ ഇട്ട് എന്നെ അടിച്ച് എന്ന് ആശാക്കി എന്നെ അവിടെ ഇട്ട്. ഞാൻ കാരണം കല്യാണം മുടങ്ങിയെന്നും പറഞ്ഞിട്ട്. ഞാനിതൊന്നുമില്ല, ഞാനത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി പോയിരുന്നത്. ഞാൻ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോവുക, പെണ്ണിനെ കാണുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ എൻ്റെ കൂടെ പോരുമെന്ന് പറഞ്ഞ്. ഞാൻ ഇല്ലടി, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ്, നീ പൊക്കോന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചിട്ട് ശരിക്കും റെയിൽപ്പാളത്തേക്ക് ഞാൻ പോയതാണ് ചെയ്യാനായിട്ട്. അങ്ങനെ ആലപ്പുഴ റെയിൽപ്പാളത്തേക്കൂടെ പോകുന്ന സമയത്ത് എൻ്റെ വേറൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെയുള്ളതാണ്. അവളുടെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഞാൻ പോയി കുറേ സഹായിച്ചിട്ടുണ്ട്. അവളെ എന്നെ വിളിച്ച് എന്താടി കാര്യം എന്ന് ചോദിച്ചാൽ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞു. നീ വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇല്ലടി നീ പൊക്കോന്ന് പറഞ്ഞാൽ അവളെ എന്നെ പിടിച്ച് വിടിയാൽ എന്നെ പോട്ടയെ കൊണ്ട് ധ്യാനത്തിനിരുത്തി. അന്ന് 150 രൂപയുള്ളൂ ധ്യാനം കൂട്ടുന്നതിന്. ഒരാഴ്ച, ഇപ്പോൾ ഞായറാഴ്ച കയറി അടുത്ത ഞായറാഴ്ച നമുക്ക് ഇറങ്ങാം. അങ്ങനെ ധ്യാനത്തിന് കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച വരെയും എനിക്കിത് മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ലായിരുന്നു. വെള്ളിയാഴ്ച വരെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതലെല്ലാം ചെയ്തെങ്കിലും എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. യേശുവിൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കണം, പക്ഷേ അതെല്ലാം അവൻ്റെ മുഖമായിട്ട് എനിക്ക് കാണുന്നത്, യേശുവായിട്ട് എനിക്ക് തോന്നേയില്ല. അങ്ങനെ ഒന്ന് ശനിയാഴ്ച പ്രാർത്ഥനിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ അതും പറയുമ്പോഴും എൻ്റെ മേല് കൂത്ത് തരുന്നു. ഒരു വെള്ള വസ്ത്രം ഇട്ട് ഒരാൾ വന്ന് എന്നെ
തലയിൽ ഇങ്ങനെ പിടിക്കണേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഒന്നും അറിയാത്ത പോലെ മറിഞ്ഞ് വീഴുകയാണ്. പിന്നെ അവിടുത്തെ കൈക്കാരന്മാരെല്ലാം കൂടി കൊണ്ട് പള്ളിയിൽ കൊണ്ട് അവിടെ കൊണ്ട് കിടത്തി കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സാക്ഷ്യം പറയണമല്ലോ കയറി എന്നിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത് പറയണമായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ, അപ്പം ചോദിച്ചാൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചാണ് എൻ്റെ എൻ്റെ പിന്നെ ആ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയത് അവിടെ നിന്നാണ്. പിന്നെ ഞാൻ ജീവിക്കണമെന്നുള്ളത് ഓർന്നത്. പിന്നെ ഞാൻ ഈ കലാരംഗത്തേക്ക് തന്നെ വന്നത്. കലാരംഗമാണ് എന്നെ ജീവിതത്തിൽ പിടിച്ചു. കലാരംഗം എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണ് വന്നത്? ഡാൻസ് വരിക, അത് സൈക്കിളിനൊക്കെ പോയിട്ട് ഇപ്പോൾ പിന്നെ സ്റ്റേജ് ഷോ ആയല്ലോ. ഓരോ നാട്ടിൽ സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട് ഡാൻസ് പരിപാടി. പക്ഷേ പരിപാടിയെല്ലാം പഴയത് തന്നെ, പക്ഷെ അന്ന് യജ്ഞമില്ല എന്ന് മാത്രം. അന്ന് പിന്നെ പിന്നെ മേക്കപ്പുകൾ മാറി, ഡ്രസ്സ് മാറി, സ്റ്റേജ് വന്നു, കളർ ലൈറ്റ് വന്നു, അങ്ങനത്തെ പരിപാടിയായി. പിന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി അങ്ങനെ കളിക്കണം അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും എന്നെ കാണാൻ വന്നു.